കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണത്തിന്റെ പ്രവൃത്തികൾ അന്തിമഘട്ടത്തിലാണ്. തുറമുഖത്തിന്റെ ട്രയൽ റൺ ആരംഭിക്കാൻ കണ്ടെയ്നറുകളുമായി കപ്പൽ ജൂലൈ 11-നെത്തും. 12-ന് നടത്തുന്ന ട്രയൽ റണ്ണിൽ കൂറ്റൻ കപ്പലിൽ നിന്ന് ചെറിയ കപ്പലുകളിലേക്ക് കണ്ടെയ്നറുകൾ കയറ്റിയിറക്കുന്നത് പരീക്ഷിക്കും. ബർത്തിലേക്ക് കണ്ടെയ്നറുകൾ ഇറക്കി യാർഡിലേക്ക് മാറ്റുന്നതും പരീക്ഷിക്കും. ലോകമാകെ ഉറ്റുനോക്കുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ട്രയൽ റണ്ണിലേക്ക് കിടക്കുകയാണ്. 11-ാം തീയതിയോടുകൂടി ഷിപ്പ് എത്തിച്ചേരും. 12-ാം തീയതി ട്രയൽ റൺ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടും. ഇതോടുകൂടി നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതുപോലെ ജൂൺ മാസം അല്ലെങ്കിൽ ജൂലൈ മാസം ആദ്യം ട്രയൽ റൺ നടക്കും എന്ന നമ്മുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടും. ആദ്യ മദർഷിപ്പിനെ 12-ന് തന്നെ സ്വീകരിക്കും. വിഴിഞ്ഞം തുറമുഖത്ത് നടക്കുന്ന ചടങ്ങിൽ വൈകിട്ട് 3 മണിക്ക് മുഖ്യമന്ത്രി ചരക്ക് കപ്പലിനെ സ്വീകരിക്കും. ആദ്യ ചരക്ക് കപ്പലിന്റെ വരവ് ആഘോഷമാക്കാനാണ് സർക്കാർ തീരുമാനം. പറഞ്ഞതിന് മുമ്പ് തന്നെ പുലിമുട്ട് തീർന്നിരുന്നു, അതുപോലെ കണ്ടെയ്നർ ബർത്ത് തീർന്നിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമായിരിക്കണം. അപ്പോൾ ഏതാണ്ട് ഒരു ഉത്സവ പ്രതീതിയിൽ ട്രയൽ റൺ നമുക്ക് 12-ാം തീയതി സമയം കൃത്യമായി ഞങ്ങൾ അനൗൺസ് ചെയ്യും. രാവിലെയാണ് ലക്ഷ്യമിടുന്നത്. അപ്പോൾ സെൻട്രൽ ഷിപ്പിംഗ് മിനിസ്റ്ററുടെ എത്തുമെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ആയിരിക്കും ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്യുക. തുറമുഖത്തിന്റെ 1-ാം ഘട്ടത്തിന്റെ നിർമ്മാണം 92% പൂർത്തിയായി. ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന റോഡിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. റെയിൽ കണക്ടിവിറ്റി നിർമ്മാണവും ഉടൻ തുടങ്ങും. 1-ാം ഘട്ടം കമ്മീഷൻ ചെയ്ത് പ്രവർത്തനം തുടങ്ങുന്നതിന് മുൻപ് തന്നെ അടുത്ത ഘട്ടം വികസനത്തിനുള്ള ജോലികൾ ആരംഭിച്ചിട്ടുണ്ട്. സീ മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.